കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നും നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ് നമ്മുടെ ദൈവം. കർത്താവ് സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സകലത്തിനും യോഗ്യൻ യേശുക്രിസ്തു മാത്രം. ആ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമതിങ്കൽ, അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമതിങ്കൽ, ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാൻ, ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാൻ, ആർത്തി അറിഞ്ഞവൻ തന്റെ വാർത്തയെ കേട്ടിയതാൽ പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ, പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, പാപത്വമായി ജീവിച്ചിടാൻ മഹിമയിൽ ആവിയാലെ പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുൻ ആർത്തിയോടെ കാത്തിരുന്നു ഞാൻ, ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുൻ ആർത്തിയോടെ കാത്തിരുന്നു ഞാൻ, പാർത്തവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥനകൾ, പാർത്തവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥനകൾ, തീർത്തവനൻ ദുരിതങ്ങൾ വാഗ്ദത്തത്തിനാവിയാലെ പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്, ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്, ദൂതഗണം കാവലായി തന്നാനുദിനമേനിക്കവൻ, ദൂതഗണം കാവലായി തന്നാനുദിനമേനിക്കവൻ, നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റെന്റെ യേശുവെ പോലാക്കിടുന്നെന്നെ, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റെന്റെ യേശുവെ പോലാക്കിടുന്നെന്നെ, ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി, ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി, ചാർത്തിടുവാൻ അവൻ എന്നെ യോഗ്യനാക്കി തീർത്തതോർത്തു പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം.
കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എൻ്റെ കൺകൾ കൊതിച്ചിടുന്നധികമായി കുതുകമോടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എൻ്റെ കൺകൾ കൊതിച്ചിടുന്നധികമായി കുതുകമോടെ. കാലമേറെ ചെല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ, കാലമേറെ ചെല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ കാതുകളും കൊതിക്കുന്നേ കാരുണ്യവാരിധേ. ദേവ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരുത്തമമാവകാശം ലഭ്യമാക്കുവാൻ, വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരുത്തമമാവകാശം ലഭ്യമാക്കുവാൻ തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയറയിൽ, തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയറയിൽ. പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി യുഗം വാഴാൻ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് നമുക്ക് 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തയ്ക്കായി വായിക്കുന്നത്. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാളുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 24-ന്റെ 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു. അതിനെ ആസ്പദമാക്കി ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. നാം ഇന്ന് ജീവിക്കുന്നത് അതിവേഗത്തിൽ വാർത്താവിനിമയം നടത്തുവാൻ കഴിയുന്ന ഒരു കാലത്തിലാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന സംഭവങ്ങൾ അവയുടെ തത്സമയ വിവരണങ്ങളോടും ചിത്രങ്ങളോടും കൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നു. ചിലപ്പോൾ സംഭവങ്ങൾ നടന്നതിന് ശേഷമായിരിക്കും അവ ലഭിക്കുക. ഉദാഹരണമായി, അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ലൂയിസിയാനയിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്താണ് ജീവിക്കുന്നത്. എന്നാൽ 2005 ന്യൂ ഓർലൈൻസിൽ ഭീതിജനകമായ പ്രളയം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അമേരിക്കയിലുടനീളം ജനങ്ങൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കാണുവാൻ കഴിഞ്ഞു. 1999 ടർക്കിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ ഭൂകമ്പത്തിൽ 14,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 2,000-ഓളം പേർ ഭവനരഹിതരാകുകയും ചെയ്തു. ഇത് സംഭവിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പ്രസ്തുത ദുരന്തത്തിൻ്റെ ഭീകരത ലോക ജനത കണ്ടുകഴിഞ്ഞു. 2008 മെയ് 13 ചൈനയിലുണ്ടായ അതിഭയാനകമായ ഭൂചലനത്തിലും 10,000 പേര് കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തു. ആ നാശനഷ്ടങ്ങളുടെ വിവരണം ചിത്രങ്ങൾ സഹിതം ലോകമാസകലം സംപ്രേഷണം ചെയ്യപ്പെട്ടു.
2004 ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി 23,000 പേരുടെ ജീവൻ അപഹരിക്കുകയുണ്ടായി. എല്ലാം കൂടി കണക്കാക്കിയാൽ ഏകദേശം 2.5 ലക്ഷം പേർ. ഇവയെല്ലാം തന്നെ മിനിറ്റുകൾക്കകം ലോകം കാണുകയുണ്ടായി. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം മനോഹരമായതും ശ്രദ്ധേയവുമായതാണെന്നതിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്തതുമാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് ലോകത്തിൻ്റെ ഇതര ഭാഗത്തിലുള്ളവർ ചിന്തിച്ച് അവരുടെ സാധാരണ ജീവിതം തുടരുന്നു എന്നതാണ്. ഒരു ഭാഗത്തുള്ളവർ അതിദാരുണമായ ദുരന്തങ്ങളിൽ അകപ്പെട്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ ചില ഭാഗങ്ങളിലെ സ്ഥിതിഗതികൾ ഇതിൽ നിന്നെല്ലാം തുലോം വിഭിന്നമാണ്. ചിലയിടങ്ങളിൽ ജീവിതം ശരിക്കും വഴിമുട്ടി നിൽക്കുമ്പോൾ മറ്റു ചിലർ സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ആനന്ദിക്കുന്നു. സർവ്വ സുഖഭോഗങ്ങളും അവർ ആസ്വദിക്കുന്നു. കർത്താവ് ഒലിവുമല പ്രഭാഷണത്തിൽ നൽകുന്ന അന്ത്യകാല ലോകത്തിൻ്റെ ചിത്രീകരണം ഏറെക്കുറെ ഇതുപോലെയായിരിക്കും. അവ നമുക്ക് ആ നാളുകളെക്കുറിച്ച് ഒരു ദർശനം നൽകുന്നുണ്ട്. ഭാവിയിൽ മഹോപദ്രവകാലത്ത് ഈ ഭൂമിയിൽ വളരെയധികം അത്യാപത്തുകൾ ഉണ്ടാകും. ഇസ്രായേലിൽ ജീവിക്കുന്ന ജൂതർക്ക് ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള അതിക്രൂരമായ പീഡനമുറകൾ നേരിടേണ്ടതായി വരും. അത് അവരെ ഏറെക്കുറെ ഒരു കൂട്ടക്കുരുതിക്ക് ഇരയാക്കും. ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ അതിഭീകരമായ ഭൂചലനങ്ങൾ ഉണ്ടാകും. ആകാശത്തു നിന്നും വൻതോതിൽ ആലിപ്പഴ പെയ്ത്ത് ഉണ്ടാകും. രൂക്ഷമായ പട്ടിണി അനുഭവപ്പെടും. പകർച്ചവ്യാധികൾ വൻതോതിൽ പകർന്നു പിടിക്കും. ഭൗമ ഉപരിതലം ചൂടുപിടിച്ച് വിള്ളലുകൾ രൂപപ്പെടും. വെള്ളം രക്തമായി മാറും. ഇവയ്ക്കൊക്കെ പുറമെ അസാധാരണമായി പലവിധ ദുരന്തങ്ങളും അനുഭവപ്പെടും. അപ്പോഴും ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ജീവിതം സാധാരണ നിലയിൽ അനായാസമായി തുടർന്നുകൊണ്ടിരിക്കും. ആളുകൾ വിവാഹിതരായി ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളിൽ മുഴുകി കടമകളും കടപ്പാടുകളും നിറവേറ്റി സാധാരണ രീതിയിൽ കഴിയും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അസാധാരണവും അപൂർവവുമായ സംഭവങ്ങൾ നടമാടുന്നുവെന്നും അവയൊക്കെ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ മുന്നോടിയാണെന്നും അവർ അറിയുന്നത് പോലുമില്ല. എന്നാൽ കർത്താവ് വന്നു കഴിയുമ്പോൾ അവർ പൂർണ്ണമായും ആശ്ചര്യഭരിതരാകുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ പ്രഭാഷണത്തിൽ നോഹയുടെ കാലത്തെ എന്ന് പറയുവാനിടയായത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ഈ ലോകത്തിൽ ഒരു പീഡനകാലം ഉണ്ടാകും എന്നതാണ്. അതിന് തൊട്ടു പിന്നാലെ കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നതാണ്. പീഡനകാലം അത്യന്തം ഭീകരതയുള്ളതായിരിക്കും. ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തത് എന്നാണ് കർത്താവ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മഹോപദ്രവത്തിലെ സംഭവങ്ങളൊക്കെ തന്നെ പുനരാഗമനത്തിൻ്റെ വിളംബരവും തിരുപ്പുറപ്പാടും ആയിരിക്കും. അതിനാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ, ഇക്കാര്യം പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവർ, ലോക അന്ത്യത്തെപ്പറ്റി കർത്താവ് പറഞ്ഞിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കുകയും കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് കരുതുകയും വേണം. ഇക്കാര്യങ്ങളൊക്കെ മറ നീക്കി പുറത്തു വരുന്നത് അവർക്ക് കാണുവാനും കഴിയും. എന്നാൽ ഇതിൽ ആശ്ചര്യമായ ഒരു സംഗതി, ധാരാളം പേർ ഇതൊന്നും ഗൗരവമായി കണക്കാക്കാതെ കഴിയുന്നു എന്നുള്ളതാണ്. അവർക്ക് കർത്താവ് വീണ്ടും വരുന്നതിനെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ല. മുൻകാലങ്ങളിൽ ഇത് തന്നെയായിരുന്നു അനുഭവം. അന്നും കർത്താവിൻ്റെ ജനനം അല്ലെങ്കിൽ ആദ്യ ആഗമനം ജനങ്ങളിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല. അതേപോലെ തന്നെ അവിടുത്തെ പുനരാഗമനവും ആളുകളിൽ അതിയായ താല്പര്യം ജനിപ്പിക്കുന്നില്ല. അവരൊക്കെ താല്പര്യപ്പെടുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് മാത്രമാണ്. അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മടങ്ങിവരവും ന്യായവിധിയുമൊക്കെ ആളുകളെ അമ്പരപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ദൈവവുമായി നിരപ്പ് പ്രാപിക്കണമെന്നോ അവിടുത്തെ വരവിനായി ഒരുങ്ങിയിരിക്കണമെന്നോ താല്പര്യമുണ്ടായിരുന്നു എങ്കിൽ അത് അവർക്ക് വളരെ വേഗത്തിൽ തന്നെ കാലത്തിൻ്റെ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി നടപ്പിൽ വരുത്തുവാൻ കഴിയുമായിരുന്നു. അതായിരുന്നു അവർ അനുവർത്തിക്കേണ്ടിയിരുന്നത്. ലോകത്തിൽ നടക്കുന്ന സംഭവഗതികൾ
സസൂക്ഷ്മം നിരീക്ഷിച്ച് വിലയിരുത്തുകയും അതിൻ്റെയൊക്കെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വിശുദ്ധ ബൈബിൾ വായിക്കുകയും ചെയ്യണമായിരുന്നു. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ അന്ത്യത്തെപ്പറ്റി വിശുദ്ധ ബൈബിൾ പ്രധാനം നൽകുന്ന വിശദാംശങ്ങൾ അറിയുവാൻ അവർക്കൊരു താല്പര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവയൊക്കെ നടപ്പിലാക്കുന്നത് കാണുമ്പോൾ അവർ ആശ്ചര്യപ്പെടുന്നത്. ആ സമയത്ത് കർത്താവ് വ്യക്തമായിട്ടുള്ള മറ്റൊരു കാര്യം, തൻ്റെ മടങ്ങിവരവിൻ്റെ തീയതിയും സമയവും തനിക്ക് പോലും അജ്ഞാതമായിരിക്കുന്നുവെന്ന് ആണ്. അവിടുന്ന് ലോകത്തിൽ ജഡാവതാരമെടുത്ത് അവതരിച്ച അവസരം മിക്ക സന്ദർഭങ്ങളിലും തൻ്റെ ദൈവിക പ്രഭാവം വെളിപ്പെടുത്തിയിരുന്നില്ല. പ്രത്യേകിച്ചും അവിടുത്തെ സർവജ്ഞാനീയ പ്രഭാവം തന്നെ. അതിനാലാണ് അവിടുന്ന് ഭാവികാല സംഭവങ്ങളിലെ കാലഗണകങ്ങൾ വെളിപ്പെടുത്താതിരുന്നത്. വാക്യം 36 നിങ്ങൾ വായിച്ചു നോക്കുക. അതിനാൽ ആ കാലവും സമയവും ആർക്കും അറിയുവാൻ ഒരു നിർവാഹവുമില്ല. എന്നാൽ തൻ്റെ വരവിന് മുന്നോടിയായി പീഡകാലം ഉണ്ടാകുമെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പുനരാഗമനത്തിന് തൊട്ടു പിന്നാലെ ആയിരിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. എന്നാൽ അത് എപ്പോഴാണ് നടക്കുന്നതെന്ന് കൃത്യസമയവും തീയതിയും അറിയിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. നോഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പ്രളയം മുഖേനയുള്ള ന്യായവിധിക്ക് തയ്യാറാകാതിരുന്നതുപോലെ തന്നെയായിരിക്കും പീഡനകാലത്ത് ജീവിക്കുന്നവരും. ആസന്ന ന്യായവിധി അവഗണിച്ച് അവർ തയ്യാറെടുപ്പുകൾ നടത്താതെ ജീവിക്കുന്നതാണ്. നോഹയുടെ കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾ തികച്ചും ദുഷ്ടന്മാരായിരുന്നു. അവരുടെ അതിര് കവിഞ്ഞ അധാർമികതയാണ് സർവദേശീയ ഒരു ന്യായവിധിയെ ക്ഷണിച്ചു വരുത്തിയത്. അന്ത്യകാലത്ത് ജീവിക്കുന്നവരും തികച്ചും ദുർപ്രവൃത്തികളിൽ മുഴുകുന്നവരും ആസ്വദിക്കുന്നവരും ആയിരിക്കും. അതിനാൽ അവർ ഒരു ആഗോള വ്യാപകമായ ന്യായവിധിയെ വിളിച്ചു വരുത്തും. നോഹയുടെ കാലത്തെ ജീവിതം സാധാരണ നിലയിൽ തന്നെ പുരോഗമിച്ചു കൊണ്ടിരുന്നു. അവർക്ക് ന്യായവിധി സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു. അത് നടപ്പാക്കുമെന്ന് അവർ കേട്ടറിഞ്ഞിരുന്നു. അതിൻ്റെ സ്പഷ്ടമായ സൂചന നോഹ നിർമ്മിച്ചു കൊണ്ടിരുന്ന പെട്ടകം തന്നെയായിരുന്നു. 120 വർഷം നീണ്ടു നിന്ന അതിബൃഹത്തായ ഒരു കപ്പൽ നിർമ്മാണശാല തീർച്ചയായും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണല്ലോ. എന്നാൽ ജനം അത് പൂർണ്ണമായും അവഗണിച്ചു. അവർ തങ്ങളുടെ ദുഷ്ടജീവിതം നിർബാധം തുടർന്നു വന്നു. ഭാവി മഹോപദ്രവകാലത്തും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. ആയതിൻ്റെ ലക്ഷണങ്ങൾ അവരുടെ ചുറ്റുപാടുകളിൽ പ്രത്യക്ഷമായി കാണുന്നുണ്ടെങ്കിലും ആളുകൾ അവയ്ക്കൊന്നും അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല. അവ എന്തൊക്കെ ആയിരുന്നാലും അവർ തിന്നും കുടിച്ചും മതിച്ചും വിവാഹഘോഷങ്ങളും വിരുന്ന് സൽക്കാരങ്ങളും നടത്തിയും ജീവിതത്തിൻ്റെ നാനാ തുറങ്ങളിൽ ആനന്ദപൂർവ്വം ജീവിക്കും. എന്നാൽ നോഹയുടെ കാലത്ത് ജലപ്രളയം ജനസമൂഹത്തെയെല്ലാം തുടച്ചു നീക്കിയതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ന്യായവിധി ദിനത്തിലും സംഭവിക്കും. ഇതേപ്പറ്റിയുള്ള വിവരണത്തിൽ യേശുക്രിസ്തു വയലിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 പേരുടെ ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ഒരാൾ ന്യായവിധിക്ക് വിധേയമാകുന്നു, ഒരാൾ ഒഴിവാക്കപ്പെടുന്നു. 2 സ്ത്രീകൾ ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുവൾ ന്യായ വിധേയമാകുന്നു, മറ്റൊരുവൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നു. ഈ ഉദാഹരണത്തെ ധാരാളം പേർ ഉൽപ്രാവണവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഒരാൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു, മറ്റേയാൾ പുറന്തള്ളപ്പെടുന്നു. ഈ വ്യാഖ്യാനം യേശുക്രിസ്തു പറയുന്ന സന്ദർഭത്തെ അവഗണിക്കുന്നതാണ്. അവിടുന്ന് പ്രസ്താവിക്കുന്നത് ന്യായവിധിയെ പറ്റിയാണ്. എടുക്കപ്പെടുന്ന ആ ഒരാൾ സ്വർഗത്തിലേക്കല്ല എടുക്കപ്പെടുന്നത്, പ്രത്യുത ന്യായവിധിയിലേക്കാണ് കൊണ്ടുപോകപ്പെടുന്നത്. ഇത് 39-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ജലപ്രളയത്തിൽ മുങ്ങിത്താണവർ എല്ലാവരും അവിശ്വാസികളായിരുന്നു. പ്രളയം വരെ ന്യായവിധിക്ക് വിധേയരാക്കി. അതിനാൽ 40-41 വാക്യങ്ങളിൽ പറയുന്ന എടുത്തുകൊള്ളപ്പെട്ടവർ അവിശ്വാസികളും ഭൂമിയിൽ അവശേഷിക്കുന്നവർ വിശ്വാസികളുമായിരിക്കും. അവരവിടെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകും.
അത് രണ്ടാം വരവിന് ശേഷമാണ് സംഭവിക്കുക. മഹോപദ്രവ കാലത്തിൻ്റെ അന്തിമഘട്ടത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ യാതൊരുവിധ തയ്യാറെടുപ്പുകളും ഇല്ലാതെ ജീവിക്കുവാൻ സാധ്യതയുള്ളതിനാലാണ് ഈ മുന്നറിയിപ്പ് കർത്താവ് നൽകിയിരിക്കുന്നത്. ഈ പ്രഭാഷണത്തിന് അവിടുന്ന് വിരാമം ഇടുന്നത് ആളുകൾ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നുള്ള പ്രബോധനത്തോടു കൂടിയാണ്. ഇത് വിശദീകരിക്കുവാനാണ് കർത്താവ് ഒരു കള്ളൻ്റെ കഥ അവതരിപ്പിക്കുന്നത്. കള്ളൻ കൊള്ളയിടുന്നതിനായി വരുന്നു എന്ന വിവരം നിങ്ങൾ മുൻകൂട്ടി അറിയുന്നുവെങ്കിൽ അയാൾ വരുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾ വളരെയധികം കരുതൽ മുൻകൂട്ടി സ്വീകരിക്കുകയില്ലേ? അതുപോലെ തന്നെ യേശുക്രിസ്തു എപ്പോഴാണ് വരികയെന്ന് അറിവ് ലഭിക്കുകയാണെങ്കിൽ ആ ദിവസം വരെ നാം അതൊന്നും കാര്യമായി ഗൗനിക്കുകയില്ല. വരുന്ന സമയത്ത് അടുത്തു വരുമ്പോൾ നാം ന്യായവിധിയിൽ നിന്നും ഒഴിവാകുന്നതിനുള്ള സകല നടപടികളും സ്വീകരിച്ച് തയ്യാറാവുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ നാം യേശുക്രിസ്തു നമ്മെ കൈക്കൊള്ളുന്നതിന് വേണ്ടി മേഘത്തിൽ എഴുന്നള്ളി വരുന്ന സമയത്തിനായി കാത്തിരിക്കുകയാണ്. 1 തെസ്സലോനി 4:13-18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അവിടുന്ന് ന്യായവിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് വരുന്ന രണ്ടാം വരവ്. അപ്രകാരം ക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന ആദ്യ കാര്യം കടുത്ത ന്യായവിധി നടപ്പിലാക്കുക എന്നതാണ്. വെളിപ്പാട് പുസ്തകം 19:11 കാണുന്നത് അവിടുന്ന് നീതിയോടുകൂടി വിധിക്കുകയും പോരാട്ടം നടത്തുകയും ചെയ്യും എന്നാണ്. 2 തെസ്സലോനി 1:7 പറയുന്നു. അവിടുന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം നടത്തും എന്നാണ്. ആദ്യ വരവിൽ അവിടുന്ന് രക്ഷകനായ കുഞ്ഞാടായിരുന്നു. എന്നാൽ രണ്ടാം വരവിൽ അവിടുന്ന് ന്യായാധിപതിയായ ഒരു സിംഹമായിരിക്കും. ഒരു കള്ളൻ മോഷണം നടത്തുമ്പോൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ കർത്താവ് വീണ്ടും വരുമ്പോൾ ഒരുക്കമില്ലാതെ കഴിയുന്നവർക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനാൽ ഒരുക്കമില്ലാത്ത അവസ്ഥയെപ്പറ്റി ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആളുകൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അവിടുന്ന് പ്രത്യക്ഷപ്പെടാം, അല്ലെങ്കിൽ അത് നാം പ്രതീക്ഷിക്കുന്നതിലും ഒട്ടേറെ കാലങ്ങൾക്ക് ശേഷമാകാം. എന്നാൽ അവിടുന്ന് അപ്രതീക്ഷിതമായി വരികയാണെങ്കിൽ വളരെയധികം ആളുകൾ ആവശ്യമായ തയ്യാറെടുപ്പ് ഇല്ലാത്തവരായി കാണപ്പെടും. എന്നാൽ ആ വരവ് നമ്മുടെ കണക്കുകൂട്ടലിന് അപ്പുറമായി നീളുകയാണെങ്കിൽ അടുത്ത കാലത്തെങ്ങും ഒരു പ്രതീക്ഷ ഉണ്ടാകുവാൻ സാധ്യതയില്ലെന്ന് കരുതും. ചിലപ്പോൾ അവിടുന്ന് വരുവാനിടയില്ലെന്നും ചിന്തിക്കാവുന്നതാണ്. ഈ രണ്ട് ചിന്താഗതികളും വളരെ അപകടം പിടിച്ചവയാണ്. നാം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആളുകൾ ഒരുക്കമില്ലാതിരുന്നാൽ ഉപേക്ഷിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ആ വരവ് കൂടുതൽ കാലത്തേക്ക് ദീർഘമാക്കുകയാണെങ്കിൽ ആ വിഷയം ജനങ്ങൾ മറക്കുകയും ഒരുങ്ങിയിരിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്യും. അവരും ശിക്ഷാവിധിയിൽ ഉൾപ്പെട്ടു വരും. അതുകൊണ്ടാണ് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. 44-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഒരുക്കമില്ലാത്തവർ ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തീരെ ലളിതമോ നിസ്സാരമോ ആയിരിക്കേയില്ല. അത് നിത്യകാലത്തേക്കും ഉള്ളതാണ്. ഈ വേദഭാഗം കാലാവസാനത്തിൽ യേശു ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ആളുകൾ ഒരുക്കപ്പെട്ട നിലയിൽ ആയിരിക്കേണ്ട ആവശ്യകതകളെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ അവയിലെ തത്വങ്ങൾ ഈ കാലജീവിതത്തിൽ ഒഴിവാക്കുവാൻ പാടില്ലാത്തതാണ്. ആളുകൾ എന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ മടികാട്ടുന്നത്? അത് യേശുക്രിസ്തുവിനോടുള്ള കടുത്ത എതിർപ്പ് മൂലമോ സുവിശേഷത്തോടുള്ള വെറുപ്പ് കൊണ്ടോ വെറുപ്പ് മൂലമോ അല്ല. അവരുടെ ശ്രദ്ധ അതിനേക്കാൾ മൂല്യം കുറഞ്ഞ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് നിസ്സംഗരായി കഴിയുന്നതിനാൽ മാത്രമാണ്. അവർ വിവിധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും മറ്റും തിരക്കുകളുള്ളവരായി ജീവിതം ആടിത്തിമിർത്ത് ആസ്വദിക്കുകയാണ്. അവരുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. അതുകൊണ്ടാണ് അവർ യേശുക്രിസ്തുവിനെ പറ്റിയും അന്ത്യകാല ന്യായവിധിയെപ്പറ്റിയും മറ്റും നിഷ്പക്ഷത പാലിക്കുന്നത്. അത്തരക്കാർക്ക് സുവിശേഷ സന്ദേശം ഒരു ശല്യമായി, അനാവശ്യ ഇടപെടലായി തോന്നും. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ ജീവിതം പൂർണ്ണ തോതിൽ ക്രിസ്തുവിനായി സമർപ്പിക്കാതിരിക്കുന്നത്. അവർ ഒരിക്കലും സുവിശേഷത്തിന് എതിരാളികളല്ല, എന്നാൽ ലോക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളായതുകൊണ്ടാണ്.
ആളുകൾ വിവിധ തൊഴിലുകളിലും പഠനത്തിലും ഏർപ്പെടുന്നു. ജീവിതത്തിൽ ധാരാളം അവസരങ്ങളുണ്ട്, അതോടൊപ്പം ഉത്തരവാദിത്വങ്ങളും. അതൊക്കെ നടപ്പാക്കുന്നതിനിടയിൽ നിത്യശിക്ഷാവിധി സംബന്ധമായി ചിന്തിക്കുന്നതിന് ആളുകൾക്ക് തീരെ അവസരം ലഭിക്കുന്നില്ല. നിങ്ങളും ആ കൂട്ടത്തിൽ ഉള്ള ഒരാളാണോ? നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ആ വരവിങ്കൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് എടുക്കപ്പെടുവാൻ തക്കവണ്ണം പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വചനം പഠിക്കുന്തോറും കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മളെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ച് നമ്മുടെ ദേഹി ആത്മാവിന് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ആ കർത്താവിന് പ്രസാദമുള്ളത് ചെയ്ത് ദിനംപ്രതി രൂപാന്തരം പ്രാപിച്ച് ഏത് സമയവും നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ള മുൻകരുതലോടുകൂടി ഭയത്തോടും വിറയിലോടും ഈ പ്രവാസകാലം കഴിച്ചു കൂട്ടുവാൻ ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണമായി സമർപ്പിക്കാം. അതുകൊണ്ട് തിന്നും കുടിച്ചും കൊടുത്തും ഘോഷിച്ചും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള സന്തോഷത്തിൽ തിമിർത്തും നമ്മൾ ജീവിക്കാനല്ല നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് വിശുദ്ധരെ നെണ്ണിയത്. ഒരു സിനിമ കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടോ? ഒരു സീരിയൽ കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ വേറെ ലോക വെറിക്കൂത്തുകൾക്കകത്ത് ഇച്ചിരി അകപ്പെടുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പൊട്ടച്ചൽ കളിവാക്കും വെറിക്കൂത്തിനകത്തും ഒക്കെ അകപ്പെട്ട് സന്തോഷം കണ്ടെത്തി, അതെ, ദൈവ സന്തോഷത്തിന് വിരോധമായി അനേക കാര്യങ്ങളിൽ പകൽക്കാലം, അതെ, രാഷ്ട്രീയം നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയ അല്ലെങ്കിൽ കുറേ വാർത്തകൾ കേൾക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ദിനംപ്രതി ഉള്ള സമയം മൊത്തം ഈ മാധ്യമങ്ങൾക്കകത്തും അല്ലെങ്കിൽ നമ്മൾ ഓരോ ലോകപരമായ കാര്യങ്ങളിലും അകപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സമയം നമുക്ക് പ്രാർത്ഥനാ സമയം നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് പിന്നെ പറയും നമുക്കൊന്നിനും സമയമില്ലെന്ന്. നമ്മുടെ സമയം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദിവസം? നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ എന്തിനു വേണ്ടി ഇത്ര സമ്പത്ത് ഉപയോഗിച്ചു? നീ എന്തിനു വേണ്ടി നിന്റെ സമയം എത്ര ഉപയോഗിച്ചു? നീ എന്തിനു വേണ്ടി ഹല്ലേലൂയ നിന്റെ ആരോഗ്യം വിനിയോഗിച്ചു എന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും കർത്താവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ നമ്മളെ ഒന്ന് സമർപ്പിക്കാം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ കഴിയും. എന്നാൽ ലോകത്തിൻ്റെതായ മോഹങ്ങളിലും ലോകത്തിൻ്റെതായ വെറിക്കൂത്തുകളിലും ലോകമായിട്ടുള്ള ആ ഇമ്പങ്ങളിൽ നമ്മൾ അകപ്പെടുമ്പോൾ ആ ലോകത്തിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് ആകർഷിച്ച് നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ അതിനെ ഫോളോ ചെയ്യും. എന്നാൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോടു കൂടെ വസിക്കുകയും, ഹാനോക്ക് ദൈവത്തോടു കൂടെ ദൈവശബ്ദം കേട്ടതുപോലെ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദൈവത്തോടു കൂടെ നടക്കണം. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ഒരു സ്തോത്രം തീരുമാനത്തിലാണോ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്? ഒരു വിശുദ്ധ ജനമെന്ന് പറയുമ്പോൾ വെറിക്കൂത്തിനകത്തും പൊട്ടച്ചൽ കളിവാക്കിനകത്തും ലോകത്തിൻ്റെതായ സ്തോത്രം കാര്യങ്ങളിലും അകപ്പെട്ട് ജീവിച്ച് നമ്മുടെ കാലം തികയ്ക്കാനാണോ? മുമ്പേ പറഞ്ഞതുപോലെ സുവിശേഷം കേൾക്കുന്നതിലോ സുവിശേഷം പറയുന്നതിനോ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ദൈവത്തോട് വിരോധമില്ല, പക്ഷേ അതിന് കൂടുതൽ സമയം കളയാൻ താല്പര്യമില്ല. ലോകത്തിൻ്റെ ഇമ്പങ്ങളാണ് ആസ്വദിക്കാൻ സന്തോഷം ഒരു കൂട്ടം ജനത്തിന്. എന്നാൽ ഹല്ലേലൂയ, വിശുദ്ധരെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് പാതയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഞാനും നിങ്ങളും വിശ്വസ്തയോടെ നിൽക്കുന്നവരാണോ? വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുന്നവരെ ചേർക്കാനാണ് നമ്മുടെ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ അതിനായി സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട മക്കളെയെല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. യൂട്യൂബ് ചാനലിൽ സ്തോത്രം കമൻറ്റ് ബോക്സിനകത്ത് ഒരു കൂട്ടം പേര് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ തന്നെ
ഫോൺ കോളിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയൊക്കെ അനേകരെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട മക്കളെ എല്ലാം ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളും ഞാനും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് അവരുടെ വിഷയങ്ങളുടെ മേലെല്ലാം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, കേൾക്കാനിരിക്കുന്ന മക്കൾക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ലോകത്തെ വെറുത്ത് ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട് അതേ സ്തോത്രം വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ആ കർത്താവ് ചേർക്കാൻ വരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടെ നിൽക്കാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കരായി, വിശുദ്ധരായി, നിർമ്മലതയുള്ളവരായി, അതേ സത്യത്തിൽ നിൽക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്താം. ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, ഇന്ന് പകൽക്കാലവും കേട്ട വചനം ഞങ്ങളെ ന്യായവിധിക്ക് കാരണമാക്കി തീർക്കാതെ, കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ലോകത്തിന് അനുരൂപമാകാതെ, ലോകത്തിന് കർത്താവെ പ്രസാദമുള്ളതാക്കി തീർക്കാതെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബമായി, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ, ഞങ്ങളുടെ ദേശം, രാജ്യം, ലോകരാജ്യങ്ങളെ അതിനെ മൊത്തമായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവെ, നന്മ ചെയ്തത് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാൻ കൃപ തരണമേ. ഈ ദേശത്തെ, ഈ കർണാടക സംസ്ഥാനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഈ 2024 ഈ ദേശത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ കർത്താവെ. ഈ ദേശത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ എൻ്റെ അപ്പനോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പാ കർത്താവേ, ഈ കർണാടക സംസ്ഥാനത്തുള്ള 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണേ. ഉൾഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം അതേ പ്രചരിക്കപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ നാമത്തെ ഘോഷിക്കുവാൻ തക്കവണ്ണം അനേക ആയിരങ്ങൾ വിടുവിക്കുക, കോടി ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെ, സഭയാ കുടുംബങ്ങളെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ശുശ്രൂഷകന്മാരെ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ കേരള സംസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. 28 സ്റ്റേറ്റിലും 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല കർത്താവെ ആകാത്ത മണ്ഡലങ്ങളും കത്തിക്കരിയട്ടെ. അന്യായ നുഖങ്ങൾ പുഷ്ടി നിമിത്തം തകർന്നു പോട്ട്. വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ദേശത്തിന് മേൽ ഒരു പരിവർത്തനം സംഭവിക്കണമേ കർത്താവെ. വെള്ളവും ഭൂമിയും രണ്ടായതുപോലെ ദൈവപ്രവൃത്തി ദുഷ്ടനും കർത്താവെ നല്ലവനെ കർത്താവെ അതെ വേർതിരിക്കുന്ന ഒരു സമയമാക്കി തരിക. ആര് നഷ്ടപ്പെട്ടു പോകാൻ ദൈവത്തിന് ഇഷ്ടമില്ല. എല്ലാവരും ഒരുപോലെ വിടുവിക്കപ്പെടുവാൻ, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ കർത്താവിന് ഇഷ്ടമില്ല. എല്ലാവരും വിടുവിക്കപ്പെടുവാൻ സഹായിക്കണമേ കർത്താവെ. വിദേശ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ. സകല ജനവാസമുള്ള ഭൂഖണ്ഡങ്ങളെ തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാര്, ദേശരാജ്യങ്ങളൊക്കെ പാർക്കുന്നതിൻ്റെ മക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്തൃദാസന്മാർക്കായി, മിഷണറിമാരായി പോയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം. കുടുംബങ്ങളായി പോയവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങളെ, ജോലിക്കായി, വിവാഹപ്രായവര്, തലമുറയില്ലാത്തവര് കർത്താവേ സ്തോത്രം, വിവിധ പ്രതികൂലങ്ങള് കർത്താവേ, രോഗികളായി കഷ്ടം അനുഭവിക്കുന്നവര്, അപ്പോൾ തലമുറകളുടെ വിഷയത്തിനും കുടുംബത്തിൻ്റെ വിഷയത്തിനും കർത്താവെ രോഗികളായ എല്ലാ വിഷയത്തിനുമേ ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ സകല മേഖലകളും ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ആത്മീകമായി വരണ്ട നിലത്തെ പോലെ ദാഹിക്കുന്നവരുണ്ടല്ലോ, അവർക്കും സ്വർഗത്തിലെ നന്മകൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഭൂമിയിലെ നന്മകൾ കൊണ്ടല്ല അവരെ നിറച്ചാട്ടെ. ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നിന്റെ മക്കളെല്ലാവരും അനുഗ്രഹിച്ച്, സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നിന്റെ മക്കൾ അനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സകല മേഖലകളും കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി. ഇന്ന് പകൽക്കാലവും ഞങ്ങളെ അനുഗ്രഹത്തോടെ അയച്ചതിനായി നന്ദി പറയുന്നു. നാളെ പ്രഭാതം തിരിക്കുമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ എഴുന്നേറ്റ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണേ അപ്പാ. സകല മേഖലകളും കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ സകല ജീവിതത്തിലെ സകല മേഖലകളിലും വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞങ്ങളുടെ കണ്ണ്, ഞങ്ങളുടെ കർത്താവേക്ക് ചെവി, ഞങ്ങളുടെ നാക്ക്, ത്വക്ക്, മൂക്ക് എല്ലാം അതേ പഞ്ചേന്ദ്രിയങ്ങൾ മൊത്തം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ സ്ഥാപിച്ച് നടക്കുവാൻ തക്കവണ്ണം കൃപ തരണമേ. സകല മേഖലകളും അങ്ങ് അത്ഭുതം ചെയ്യും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലവും സകലവിധമായ നന്മകൾ കൊണ്ടും സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ പകൽക്കാലം കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.